ബൽറാം നെടുങ്ങാടി തുടരുന്നു. ബൽറാം, സമയം 10 മണി കഴിഞ്ഞ് 14 മിനിറ്റ് ആകുന്നു. കർത്തവ്യപഥത്തിൽ ഷാർപ്പ് 10 തന്നെ തുടങ്ങും പരേഡ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഹഷ്മി, 10:30 കർത്തവ്യപഥിൽ രാജ്യത്തിന്റെ അഭിമാനമായ പ്രൗഢഗംഭീരമായ റിപ്പബ്ലിക് ദിന പരേഡ് ആരംഭിക്കാനുള്ള സമയം നിശ്ചയിച്ചിരിക്കുന്നത്. അതേ സമയക്രമത്തിൽ ഈ ചടങ്ങുകളെല്ലാം തന്നെ പൂർത്തിയാക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും നേരത്തെ തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. ഈ റിപ്പബ്ലിക് ദിന പരേഡിന്റെ മുന്നോടിയായുള്ള പ്രധാന ചടങ്ങുകളിൽ ഒന്നാണ് ഇപ്പോൾ പൂർത്തിയായത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ധീര സൈനികർക്ക് ആദരം അർപ്പിക്കുന്നതിനായി ദേശീയ യുദ്ധസ്മാരകത്തിൽ എത്തി. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, സംയുക്ത സൈനിക മേധാവി, 3 സേനാ വിഭാഗങ്ങളുടെയും മേധാവികൾ എന്നിവരോടൊപ്പം ഈ രക്തസാക്ഷികൾക്ക് അദ്ദേഹം ആദരം അർപ്പിച്ച് ദേശീയ യുദ്ധസ്മാരകത്തിൽ നിന്നും മടങ്ങിയിരിക്കുകയാണ്. അദ്ദേഹം അല്പസമയത്തിനകം തന്നെ കർത്തവ്യപഥിലേക്ക് എത്തിച്ചേരും. കർത്തവ്യപഥിൽ വെച്ചാണ് രാജ്യത്തിൻ്റെ റിപ്പബ്ലിക് ദിന പരേഡ് പരമ്പരാഗതമായി നടന്നു വരുന്നത്. അവിടെയാണ് പ്രധാന വേദി തയ്യാറാക്കിയിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും സേനാ മേധാവികൾ ഉൾപ്പെടെയുള്ളവർ ചേർന്നായിരിക്കും കർത്തവ്യപഥിലെ പ്രധാന വേദിയിലേക്ക് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ സ്വീകരിച്ച് ആനയിക്കുക. രാഷ്ട്രപതി ഭവനിലും രാഷ്ട്രപതിയെ അനുഗമിക്കുന്നതിനുള്ള ഗാർഡുകൾ ഉൾപ്പെടെയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. പ്രധാനമന്ത്രി എത്തിയതിന് തൊട്ടു പിന്നാലെ തന്നെ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഈ ചടങ്ങുകൾ നടക്കുന്ന പ്രധാന വേദിയിലേക്ക് എത്തിച്ചേരും. പ്രധാന നേതാക്കൾ എല്ലാവരുടെയും സാന്നിധ്യത്തിലായിരിക്കും 77ാമത് റിപ്പബ്ലിക് ദിന ആഘോഷങ്ങളുടെ ഔപചാരികമായ തുടക്കം കുറിച്ചുകൊണ്ടുള്ള പതാക ഉയർത്തൽ ചടങ്ങ് രാഷ്ട്രപതി നിർവഹിക്കുക. അതിനുശേഷം രാഷ്ട്രപതി വിവിധ സേനാ വിഭാഗങ്ങളുടെ അല്ലെങ്കിൽ വിവിധ കണ്ടിജന്റുകളുടെ അഭിവാദ്യം സ്വീകരിക്കും. 90 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന വർണ്ണഗംഭീരമായ പ്രൗഢഗംഭീരമായ ഒരു ചടങ്ങാണ് ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡ് എന്നുള്ളത്. അതിൽ രാജ്യത്തിൻ്റെ സൈനിക ശക്തി, സാങ്കേതിക മികവ്, ഒപ്പം തന്നെ ധീരത, കൂടാതെ ശാസ്ത്ര സാങ്കേതിക മേഖലകളിലുള്ള ശക്തി, കരുത്ത്, പുരോഗതി എന്നിവ വിളിച്ചോതുന്ന വിവിധ കണ്ടിജന്റുകൾ, ടാബ്ലോകൾ, നിശ്ചല ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ളവ ഈ റിപ്പബ്ലിക് ദിന പരേഡിനായി അണിനിരക്കുന്നുണ്ട്. ഇത്തവണ വന്ദേ മാതരത്തിൻ്റെ 150ാം വാർഷികത്തോട് അനുബന്ധിച്ചു കൂടിയാണ് ഈ ഒരു ചടങ്ങ്, റിപ്പബ്ലിക് ദിന ആഘോഷ ചടങ്ങ് നടക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഒപ്പം തന്നെ ആത്മനിർഭർ ഭാരത് എന്ന വിഷയത്തിൽ ഊന്നിക്കൊണ്ടാണ് ഇത്തവണത്തെ റിപ്പബ്ലിക് ദിന ചടങ്ങുകൾ. ഇതിൽ ഏറ്റവും ശ്രദ്ധേയം എന്നുള്ളത് പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾക്ക് എതിരെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള ആദ്യ റിപ്പബ്ലിക് ദിന ചടങ്ങാണ്, റിപ്പബ്ലിക് ദിന പരേഡാണ് ഇത്തവണത്തേത്. അതുകൊണ്ട് തന്നെ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ടുള്ള ഈ വിഷയത്തിലൂന്നിയുള്ള പ്രത്യേക ഫ്ലൈ പാസ്റ്റും ഇത്തവണത്തെ റിപ്പബ്ലിക് ദിനത്തിൻ്റെ പ്രത്യേകതയാണ്. ഈ ചടങ്ങുകൾക്ക് അന്ത്യം കുറിച്ചുകൊണ്ടായിരിക്കും 29 പോർ വിമാനങ്ങളിലും ഹെലികോപ്റ്ററുകളും അണിനിരക്കുന്ന ഈ ഫ്ലൈ പാസ്റ്റ് നടക്കുക. ഇതോടൊപ്പം തന്നെ ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളും വാഹന നിയന്ത്രണങ്ങളും റിപ്പബ്ലിക് ദിന പരേഡിനോട് അനുബന്ധിച്ച് ഒരുക്കിയിട്ടുണ്ട്. ശ്രദ്ധേയമായ മറ്റൊരു വിഷയം എന്നുള്ളത് 3 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കേരളത്തിൽ നിന്നുള്ള നിശ്ചല ദൃശ്യം ഇത്തവണ റിപ്പബ്ലിക് ദിന പരേഡിന്റെ ഭാഗമായിരിക്കുന്നു എന്നുള്ളതാണ്. ആത്മനിർഭർ ഭാരതിന് വേണ്ടിയുള്ള ആത്മനിർഭർ കേരള എന്ന വിഷയത്തിലൂന്നി കൊച്ചി വാട്ടർ മെട്രോയും അടക്കമുള്ള വിഷയങ്ങൾ മുൻനിർത്തിക്കൊണ്ടുള്ളതാണ് കേരളത്തിന്റെ ഇത്തവണത്തെ ടാബ്ലോ. കേരളത്തിന്റെ ടാബ്ലോയോടൊപ്പം തന്നെ മറ്റ് ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ രാഷ്ട്രപതി എത്തുകയാണ്. അങ്ങനെ ഔദ്യോഗികമായി റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾക്ക് അല്പസമയത്തിനുള്ളിൽ തന്നെ തുടക്കം കുറിക്കും. രാഷ്ട്രപതി ഇപ്പോൾ രാഷ്ട്രപതി ഭവനിൽ നിന്ന് ഇറങ്ങുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഭാരതത്തിന്റെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട 77ാം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുകയാണ് രാജ്യം. ബൽറാം നെടുങ്ങാടി ഒരിക്കൽ കൂടി ചേരുകയാണ്. രാഷ്ട്രപതി ഇപ്പോൾ രാഷ്ട്രപതി ഭവനിൽ നിന്ന് പുറപ്പെടുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുകയാണ്. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട്. ബൽറാം, അങ്ങനെ രാഷ്ട്രപതി പുറപ്പെട്ടു കഴിഞ്ഞു. അല്പസമയത്തിനുള്ളിൽ തന്നെ ഔദ്യോഗികമായി റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾക്ക് തുടക്കമാകും എന്ന് മനസ്സിലാക്കുന്നു. ഇനിയുള്ള പരിപാടികൾ എങ്ങനെയാണ്?
പ്രവിത, ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡ് എന്നുള്ളത് പ്രൗഢഗംഭീരമായ ഒരു ചരിത്രവും ഒപ്പം തന്നെ വർത്തമാനവും തമ്മിൽ സംയോജിക്കുന്നത് എന്നാണ് വിശേഷിപ്പിക്കാറുള്ളത്. സമാനമായി നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ കാണാം. പ്രൗഢഗംഭീരമായ അല്ലെങ്കിൽ ബ്രിട്ടീഷ് പാരമ്പര്യം അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള ചടങ്ങുകളാണ് ഈ റിപ്പബ്ലിക് ദിന ആഘോഷ ചടങ്ങിന്റെ തൊട്ടു മുന്നോടിയായി രാഷ്ട്രപതി ഭവനിൽ നിന്നും രാഷ്ട്രപതി പുറപ്പെടുന്ന ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.